ആവശ്യപ്പെടുന്നവനും ശപിക്കപ്പെട്ടവനാണ്. പല്ല് നടുന്നതിനെ കുറിച്ച്, പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അത് ജായിസാണ്. ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു, ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ചോ, എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഒരു മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും കുഴപ്പമില്ല എന്നാ, പക്ഷെ നമ്മളത് എടുത്തു മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ്. പല്ല് വെക്കുന്നതിന് എന്തില്ല, വിരോധമില്ല, കുഴപ്പമില്ല. പുരികം പ്ലക്ക് ചെയ്തിട്ട് ഷേപ്പാക്കുക, ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല എന്നാ. നമ്മൾ ഇപ്പോഴത്തെ സലൂണുകാർ തുടങ്ങിയതാണ്. അല്ല, അന്നേ ഉണ്ട് ഈ ടാറ്റൂയിങ് ഒക്കെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാഷിമു വൽ മുതവശ്ശിം, അല്ലേ, പച്ച കുത്തുന്നവൻ, ടാറ്റു ചെയ്യുന്നവനും അത് ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നവനും ശപിക്കപ്പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചേർത്ത് വെക്കുന്നവൻ, അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ, പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ മൽഊനുൻ, ശപിക്കപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഉണ്ടായിരുന്നു. ലഅന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസ വൽ മുതനമ്മിസ, ഈ ഐബ്രോ പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു തആല വെച്ച ചുർക്ക് പോരെ, അതിലും വലിയ ഡിസൈനർ ആണോ നമ്മൾ? അല്ലാഹുവിന്റെ ആ ഡിസൈൻ നീ അങ്ങനെ തന്നെ വെച്ചേക്ക്. അല്ലാഹുവിന്റെ ആ ഫിത്രത്ത് അങ്ങനെ തന്നെ വെച്ചേക്ക്. അത് നീ പറിച്ചെടുക്കൽ കുറ്റകരമാണ്, ചെയ്യേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. പിന്നെ ശഅബാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതിനേക്കാളും വേറെ ഒരു കാലത്തും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് ഞാൻ കണ്ടില്ലെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സ്വഹീഹ് ബുഖാരി മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. ശഅബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമളാനിന്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം റമളാനിലേക്ക് ചേരുമ്പോൾ അത് മിക്സായി പോകും, സുന്നത്തും ഫർളും, അല്ലെ. അയ്യാമു ശക്ക്, ശഅബാൻ 30 ആണോ അല്ലേ എന്ന സംശയമുള്ള, ശഅബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരിശുദ്ധമായ ബറാഅത്ത് രാവാണ് വരുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. ഒരാൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ല, അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുമ്പോൾ കാര്യമായ ബാധ്യതകളൊക്കെ ഒഴിവായില്ലേ, ഒന്നും ചെയ്യണ്ടല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ കൊടുക്ക്, ഇല്ല എന്ന് പറയാൻ എന്തൊരു സുഖാന്ന. ഇതൊക്കെ നമുക്ക് ബുദ്ധില്ല. പക്ഷെ അള്ളാന്റെ ദീൻ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? അതിലുള്ളതുപോലെ പറയണ്ടേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹു തആല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. ഞാനത് ചെയ്തോ ഇല്ലേ, ഞാനും പടച്ചോനും തമ്മിലുള്ള വിഷയം. നിങ്ങൾക്ക് ആ ഇൽമെന്തിന് ഞാൻ നിഷേധിക്കണം, അല്ലേ? അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവൽ ഫിഖഹിയൽ കുബ്ര, ബഹുമാനപ്പെട്ടവരുടെ ഫതാവയിൽ പറയുന്നു, വഅമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ, അത് സുന്നത്താണ്. ബറാഅത്തിന്റെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മഹാനായ അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ പറയാൻ, അത് മാത്രമല്ല മിൻ ഹൈസു കൗനിഹി മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്, ആയിക്കോട്ടെ, അയ്യാമുൽ ബീദിലെ ആ ഓരോ മാസത്തെയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുള്ള 3 ദിവസങ്ങളിൽ 13, 14, 15 വരുന്ന 15ാമത്തെ ദിവസവുമാണല്ലോ അത്. അതുകൊണ്ട് എന്തായാലും സുന്നത്ത് തന്നെ, അല്ലേ? മഹാനായ ഇമാം അല്ലാമ സ്വാബി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വനുതിബ സൗമു യൗമിൻ നസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇത് നമ്മളാരും ചെയ്തില്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ നിലനിർത്താനും ഇത് ലോകത്ത് നഷ്ടപ്പെട്ടു പോവില്ലേ ഇതൊന്നും ചെയ്യാതിരുന്നാൽ? നമ്മൾ കുറച്ച് കൂട്ടരുത് ചെയ്യാം. കാരണം ഉലമാഇന് അഭിപ്രായമുണ്ട്, അല്ലേ? ആ ഇൽമിനെ നമ്മൾ സംരക്ഷിക്കുക, അല്ലാഹു തആല കൂലി തരും. പിന്നെ ഹറാം അല്ലല്ലോ നമ്മൾ ഈ പറയണത്. മോശമായ കാര്യമാണോ ഈ നോമ്പ് നിൽക്കുക എന്ന് പറഞ്ഞത്? അല്ലല്ലോ. നീ എപ്പോഴും ചെയ്തോളൂ, വല്ല കുഴപ്പമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ നോൽക്കരുതെന്ന് പറഞ്ഞ പെരുന്നാളിനാണ്, അത് നോൽക്കണ്ട. അല്ലാത്തൊക്കെ നോറ്റോളി, സുന്നത്തുള്ള കാര്യമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വ്യഭിചാരം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന് പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യുക? 100 അടി എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ, കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ അല്ലാഹു തആല പറഞ്ഞത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ്. മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ? ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് ഈ വിഷയം എത്തിയാൽ ശിക്ഷ അതാണ്. പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു തമ്മിൽ തീർത്തേക്കണം, തൗബ ചെയ്ത് മടങ്ങിയേക്കണം. കരഞ്ഞ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച്, പടച്ചവനെ മാപ്പാക്കി തരണം റബ്ബേ എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. വ്യഭിചരിച്ച ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട്. ഇപ്പൊ ചെറുപ്പക്കാർക്ക് അത് അറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം. കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണ്, പടച്ചോനെ ആ ചങ്ങാതിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ, എന്നെ വ്യഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും, അവനെ ശപിക്കും. ആണും
ആളും പറയും, പഠിച്ചോനെ ഞാൻ അങ്ങനെ ഒരു മിസ് കോൾ വിട്ടീന്, അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ പാടുണ്ടായിരുന്നോ, അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത്, പഠിച്ചോനെ എന്നെ നശിപ്പിച്ചല്ലോ അവള്. കുറച്ചു കാലം ഈ ആവേശക്കണം കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട്. രണ്ടുപേരും ശപിക്കുന്ന വ്യഭിചാരത്തിന്റെ വിഷയം അതാണ്. രണ്ടുപേർക്കും പഠിച്ചോനെ വേണ്ടില്ലായിരുന്നു, പഠിച്ചോനെ മോശമായി പോയല്ലോ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന, അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ്. ഈമാനുള്ളവർക്ക് കേട്ടോ, ഇതില്ലാത്തവരെ പറ്റിയല്ല വിഷയം. അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. 100 അടിയൊന്നും അവിടെ വിഷയമല്ല, എറിഞ്ഞു കൊല്ലലല്ല അവിടെ വിഷയം. അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടാൽ കോടതി വിധിക്കുന്ന നിയമമാണ്. പക്ഷെ കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹും തമ്മിൽ അത് പരിഹരിച്ചേക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. ഒരുപിടി ഹദീസുകൾ അതിനെ സംബന്ധിച്ചുണ്ട്. കൈമുറിക്കാൻ വന്ന സമയം കൈമുറിച്ചു, തങ്ങൾ കരഞ്ഞു. അപ്പൊ ചോദിച്ചു, നബിയെ എന്നാ കൈ മുറിക്കാതിരുന്നോ? ആരാണ് ഇയാളെ കൊണ്ടുവന്നത്? ഞാനാ നബിയെ. നിങ്ങൾ ആരാ? ഞാൻ ഇയാളുടെ എളാപ്പയാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? ഈ മനുഷ്യ മോഷണം ചെയ്തു, അത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ ഒരു അവസരം കൊടുക്കണ്ടേ? നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ജഡ്ജാണ്, ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കൽ എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് ഞാനത് ചെയ്തേക്കും, അത് എന്റെ കടമയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം